കമൽനാഥ് UDF കൺവീനർക്ക് വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്. അതായത് കോൺഗ്രസിനുള്ളിൽ ഒരു കോർഡിനേഷനും കൃത്യതയും ഇല്ല എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണത്. എന്തൊക്കെയാണ് ഈ VT ബൽറാം വിഷയത്തിൽ, BD ബീഹാർ വിഷയത്തിലുള്ള കോൺഗ്രസിലെ ഭിന്നത? അജംഷാദ്, ഈ BD വിവാദം അത് കേരളത്തിലെ കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നേതാക്കൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ആണ് നിലവിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അജംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ കോൺഗ്രസിനകത്ത് യാതൊരു തരത്തിലുള്ള ഒരു കോർഡിനേഷനും ഇല്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡിജിറ്റൽ മീഡിയ ചുമതലയിൽ നിന്നും VT ബൽറാമിനെ മാറ്റിയിരുന്നു. അത് വലിയ വിവാദങ്ങളൊക്കെ ആക്കിയ ഒരു കാര്യമാണ് ഈ BD വിവാദം. ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയം മുൻപാണ് പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ UDF കൺവീനറും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചിട്ടുണ്ടായ ഒരു കാര്യം, ഇത്തരത്തിലൊരു ഡിജിറ്റൽ സംവിധാനം, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിന് ഔദ്യോഗികമായ ഒരു ഡിജിറ്റൽ സംവിധാനം ഉള്ളതായി പോലും തനിക്കറിയില്ല എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു തനിക്ക് ഇത്തരത്തിൽ ഡിജിറ്റൽ സംവിധാനങ്ങളൊന്നുമായി തനിക്ക് വലിയ പരിചയമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിച്ചിരുന്നു VD സതീശൻ. പക്ഷേ പിന്നീട് വീണ്ടും എടുത്തു ചോദിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് ഈ ഒരു ഡിജിറ്റൽ സംവിധാനം ഉണ്ടോ, ഔദ്യോഗിക ഡിജിറ്റൽ സംവിധാനം ഉണ്ടോ എന്നൊന്നും തനിക്കറിയില്ല എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് വിരുദ്ധരായിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡിജിറ്റൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അതേസമയം തന്നെ അല്പസമയത്തിന് ശേഷമാണ് അടൂർ പ്രകാശ് ആ സംഭവ സ്ഥലത്ത് എത്തുകയും അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നത്. അദ്ദേഹത്തോടും ഇതേ ചോദ്യം, ഈ BD വിവാദം തന്നെ ആവർത്തിക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിന് ഔദ്യോഗികമായിട്ടുള്ള ഡിജിറ്റൽ സംവിധാനം ഉണ്ട്. ആ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ ചുമതല അത് VT ബൽറാമിന് തന്നെയാണ്. അദ്ദേഹം മുന്നേ തന്നെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറുവാനുള്ള സന്നദ്ധയൊക്കെ അറിയിച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ അവിടെ പുനഃസംഘടനയായുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആലോചിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ ഈ ഡിജിറ്റൽ മീഡിയ സംവിധാനത്തിൻ്റെ ചുമതലയിൽ നിന്നും മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് രണ്ട് നേതാക്കൾ, കോൺഗ്രസിലെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളും ഒരു വിഷയത്തെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു ഇത്തരത്തിലൊരു ഔദ്യോഗിക ഡിജിറ്റൽ സംവിധാനം കേരളത്തിലെ കോൺഗ്രസിന് ഇല്ല എന്ന് പറയുമ്പോൾ UDFിൻ്റെ കൺവീനറായ അടൂർ പ്രകാശ് പറയുന്നു ഈ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ ചുമതലയിൽ നിന്നും VT ബൽറാമിനെ മാറ്റിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഡിജിറ്റൽ സംവിധാനം കേരളത്തിലെ കോൺഗ്രസിന് ഉണ്ട് എന്നും പറയുന്നു. ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങളാണ് നിലവിൽ ഇവിടെ രണ്ട് നേതാക്കളും സൂചിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് വീണ്ടും മാധ്യമങ്ങളാണ് ഈ അടൂർ പ്രകാശിനെ ഒരിക്കൽ കൂടി ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത്. അതായത് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ഡിജിറ്റൽ സംവിധാനം ഇല്ല എന്നതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അടൂർ പ്രകാശ് പിന്നീട് അവിടുന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി എന്ന രീതിയിൽ KPCC പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളോട് അനുബന്ധിച്ചാണ് താൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത് എന്ന രീതിയിലുള്ള പരാമർശം അടക്കം നടത്തുകയാണ്. നിലവിൽ ഇപ്പോൾ കോൺഗ്രസിനകത്തൊരു കോർഡിനേഷൻ ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് വളരെ അധികം വ്യക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. അജിംഷാദ്.